ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. അപ്പം ഫുൾ ഡേ ഇല്ല ഗൈസ്, ഹാഫ് ഡേ. അപ്പം നമുക്കിന്ന് കോളേജിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല, എന്നാലും നമുക്ക് വെറുതെ ഇന്ന് നോക്കാം. ഗൈസ്, അപ്പം നമുക്കിപ്പം 8 to 9 ഒരു ക്ലാസ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ അതിന് പോകുന്നത്. ഇനിയിപ്പം അത് കഴിഞ്ഞ് നമുക്ക് 9 to 12 ക്ലിനിക്സ് ആണ്. അപ്പം അത് കഴിഞ്ഞ് 12 to 1 വീണ്ടും ക്ലാസ്സാണ് ഗൈസ്. അപ്പം നമ്മളിന്ന് 8 to 9 ക്ലാസ് എങ്ങനെ ഇരിക്കും എന്നാണ് നോക്കുന്നത്. ആക്ച്വലി അത് കമ്പൈൻ ക്ലാസ്സാണ്, നമ്മൾ ജൂനിയേഴ്സും ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഗൈസ്, അപ്പോൾ ഈ രാവിലത്തെ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ അടുത്ത ക്ലിനിക്സിലോട്ട് പോകും. അപ്പം ക്ലിനിക്സ് എന്ന് പറയുമ്പോൾ 12 to 1 ആണ്. അപ്പം അതിന് മുമ്പിട്ട് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്യാനുണ്ട്. അപ്പം ഏറ്റവും മെലിഞ്ഞതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്നിക്കെങ്കിൽ നമുക്ക് സൈസ് പറ്റില്ല, അല്ലെങ്കിൽ സൈസ് ഭയങ്കര ഓവർ സൈസ് ആയിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ലോകത്തുള്ള എല്ലാ സൈസും വാങ്ങിച്ച് റിട്ടേൺ ചെയ്ത് കളിക്കേണ്ടി വരും. അതാണ് മെലിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ. നമ്മളിപ്പം റിട്ടേൺ ചെയ്തിട്ട് ഗൈസ് തളർന്നുപോയി. നമ്മൾ ഈ മല കയറുകയാണ് ചെയ്യുന്നത്. മല എന്ന് പറഞ്ഞതൊരു വലിയൊരു കയറ്റാണ് ഗൈസ്. ഇതാണ് നമ്മൾ ഒരു ദിവസം 4 വട്ടമെങ്കിലും കയറുന്നത്. നമുക്കിനി അത് കയറാം. ഗൈസ്, അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ മല കയറി. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അങ്ങനെ ഈ ലിഫ്റ്റ് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ക്ലാസ്സിലേക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ സർജറി ആയതുകൊണ്ട് ഇതാണ് നമ്മുടെ സർജറി ഡിപ്പാർട്ട്മെൻറ്റ്. ഇതൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ്. ഇതാണ് നമ്മുടെ എ ബാച്ച്. ഈ അക്കുത്തിക്കുത്താനെ കളിക്കുന്ന ഇവനാണ് നമ്മുടെ ക്ലാസ് റെപ്പുമാണ്, നമ്മുടെ ബാച്ച് റെപ്പുമാണ്. അപ്പോൾ ആൾ അറ്റൻഡൻസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. പിന്നെ എല്ലാ ക്ലാസ്സിലും കാണുമല്ലോ ഇതുപോലൊരു സ്നാപ്പ് പോളി. അപ്പോൾ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് നോക്കി നടക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലാസ്സിൽ ഇരുന്ന് ചെയ്ത ശേഷം നമ്മൾ നേരെ പോകുന്നത് ഒ പിയിലേക്കാണ്. അങ്ങനെ ഒ പി പോയി പേഷ്യൻസിനൊക്കെ നോക്കലാണ് നമ്മുടെ പണി. അതിനുശേഷം സാറ് പോയപ്പോൾ ഇവിടെ ഒരു ആർട്ട് നടക്കുന്നുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ ഈ ആർട്ടിസ്റ്റ്. അപ്പം പിന്നെ അതിന് ശേഷം പിന്നെ ഫുൾ ചുമ്മാ ഇങ്ങനെ കുത്തിരിക്കലായിരുന്നു നമ്മുടെ പണി. അടുപ്പിസ്റ്റ് 9 to 12 നമുക്ക് ക്ലിനിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഈ 12 to 1 നമുക്ക് വേറെ ഒരു തിയറി ക്ലാസ്സും കൂടിയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ സെമിനാർ ഹാള്. അപ്പം ഇവിടെ നമുക്കൊരു 100 പേരൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സാറ് വരാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ആ ലേറ്റായ സമയത്ത് എന്തെങ്കിലുമൊക്കെ നോക്കാൻ വെച്ചിട്ട് ഇപ്പം നമ്മൾ നോക്കുന്നത് പഠിക്കുകയല്ല, കുക്കിംഗ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ക്ലാസ്സിനിടയിൽ നമ്മൾ ഫോൺ എടുത്തിട്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ നേരെ ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അപ്പം നമ്മളുടെ 12 to 1 ക്ലാസ് കഴിഞ്ഞു. ഇനി നമ്മൾ 1 to 2 നമുക്ക് ബ്രേക്കാണ്. അപ്പം ബ്രേക്ക് കഴിഞ്ഞാൽ 2 to 3 2 to 4 ആണ്. അപ്പം അത് സ്കില്ലാണ്. നമ്മളെ സ്കിൽ അസസ് ചെയ്യാൻ വേണ്ടി അവർ വെച്ചൊരു ഇതാണ്. അങ്ങനെ ഹോസ്റ്റലിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കണ്ടത് അവിടെ എന്തൊക്കെയോ പരിപാടിയുണ്ട്. ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്കൊരു പരിപാടിയുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഇത് ചോറൊക്കെ കഴിക്കാൻ വേണ്ടി ക്യൂ ഒക്കെ നിന്ന് ചോറൊക്കെ കിട്ടി. അപ്പം ചോറുണ്ട്, പിന്നെ ഇത് ഇറശ്ശേരി ഉണ്ട്, രസമുണ്ട്, പിന്നെ പൈനാപ്പിൾ പച്ചടി, പപ്പടം, കോവയ്ക്കേൻ്റെ ഉപ്പേരി, പിന്നെ കൊണ്ടാട്ടം, പിന്നെ അച്ചാർ, അത്രയും ഉണ്ടായിരുന്നു. ചില സമയത്ത് ഭയങ്കര ഐറ്റംസ് നല്ലതായിരിക്കും. അപ്പോൾ ഇതെൻ്റെ റൂംമേറ്റ് ക്യൂ നിന്ന് ഫുഡ് വാങ്ങാൻ ചിത്രപ്പാടാണ്. അപ്പം ഗൈസ്, നമ്മൾ ചോറെല്ലാം കഴിച്ച് റൂമിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് 2 to 4 ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സ്കില്ലുണ്ട്, അപ്പോൾ അതുണ്ട്. അപ്പോൾ നമുക്ക് അതുവരെ റെസ്റ്റ് ചെയ്യാം ഗൈസ്. ഇവിടെ 3/4 മണിക്കൂർ സമയമുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്ന് ഉറങ്ങിയിട്ട് എഴുന്നേക്കാം, അലാറം വെച്ചൊക്കെ എഴുന്നേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കിൽ ലാബ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് കുട്ടികളാരും വന്നിട്ടുമില്ല, ലാബ് തുറന്നിട്ടുമില്ല. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് സാറ് വരാനൊക്കെ വേണ്ടിയിട്ട്.
അപ്പോൾ പിന്നെ ഫൈനലി നമ്മുടെ റപ്പും സെക്രട്ടറിയൊക്കെ വന്ന് നമുക്ക് ക്ലാസ്സൊക്കെ തുറന്നു തന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. 4 മണിയാവാറായില്ലേ? 4 മണിയായി ഗൈസ്. അപ്പം നമ്മൾ ഇനിയിപ്പം ഹോസ്റ്റലിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് നമുക്ക് ഇന്ന് ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്. അവള് സാച്ചുറേറ്റ് ആവും ബിക്കോസ് അവളൊരു പഠിപ്പിയാണ് ഗൈസ്. അവളൊരു ഫസ്റ്റ് ബെഞ്ചറും ഞാൻ പറഞ്ഞില്ലേ, ഞാനും എൻ്റെ മറ്റേ റൂംമേറ്റ് ബാക്ക് ബെഞ്ചറാണ്. അപ്പം മറ്റേ റൂംമേറ്റ് മിസ്സിങ്. അപ്പം ഞാൻ ഈ റൂംമേറ്റിനോട് ജോയിൻ ചെയ്തു. അപ്പം നമ്മളിനി എന്നെപ്പോലുള്ള ആളുകൾ സാച്ചുറേറ്റ് ആവില്ല ഗൈസ്. ഫോണിന്റെ ചാർജ് മാത്രമേ തീരുള്ളൂ. എൻ്റെ ഒരു സബ്സ്ക്രൈബർ അല്ല അവൻ ആരെയും സബ്സ്ക്രൈബ് ചെയ്യില്ല ഗൈസ്. അപ്പം നമുക്ക് ഇനി എന്തുണ്ട്, ഇനി ഫ്രഷ് ആയിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട് ഗൈസ്. 4 മണിക്ക്. അപ്പം നമ്മളുടെ നിങ്ങൾ ട്യൂൺ ചെയ്യൂ. അപ്പം നമുക്ക് നെയിം റിവീലിംഗ് ആണ് കോൺവൊക്കേഷൻ്റെ. അപ്പം നമുക്ക് ഇനിയിപ്പം ഡ്രസ്സൊക്കെ മാറി ഇനി അതിന് പോകണം. പിന്നെ അവർ കുറച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ B11 ബാച്ചാണ്. അപ്പോൾ അവർ നന്നായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാം ഒന്ന് നോക്കാം. അങ്ങനെ നമ്മൾ നേരെ പോയി റെഡിയൊക്കെ ആയി. പിന്നെ പോയി ചായയൊക്കെ കുടിച്ച്, കാരണം പരിപാടി തുടങ്ങാൻ കുറച്ച് ലേറ്റ് ആവുമല്ലോ. അപ്പം ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇന്ന് നമ്മളിപ്പോൾ എല്ലാവരും റെഡി ആയി. അപ്പം നമ്മളിത് നടന്നുകൊണ്ടിരിക്കുകയാണ് ബാസ്കറ്റ് ബോൾ കോർട്ടിലേക്ക്. കാരണം അവിടെ വെച്ചിട്ടാണ് നമുക്കിന്ന് നെയിം റിവീലിംഗ് ഉള്ളത്. ഗൈസ്, അപ്പം നമ്മളിനി ബാസ്കറ്റ് ബോൾ കോർട്ടിലേക്ക് പോവുകയാണ്. അവിടെ വെച്ചിട്ട് നെയിം റിവീലിംഗ് സെറിമണി ഉണ്ട്. എന്താ മരിയ ബാക്കിന്ന് ചിരിക്കുന്നേ? കാണുന്നുണ്ട്. അപ്പം ചില ഇങ്ങനത്തെ ചിരിക്കുന്ന ആളുകളുണ്ട്. അപ്പം നമുക്ക് അവരെ മൈൻഡ് ചെയ്യണ്ട. അപ്പം നമ്മൾ ഇനിയിപ്പം അവിടെ പോയിട്ട് നമുക്ക് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം ഗൈസ്. ഞെട്ടിക്കുന്നതാണോ അല്ലയോ ഒക്കെ നമുക്ക് നോക്കാം. ഞാൻ ഞെട്ടിത്തരിക്കും, ഞെട്ടിയില്ലേലും ഞാൻ ഞെട്ടിത്തരിക്കും ഗൈസ്. അങ്ങോട്ട് പോവാ ചേച്ചി. ബ്രോ ഡിയുടെ വെളിയിൽ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂൾ ഗ്രൗണ്ട്. സ്കൂളല്ല ഗൈസ്, സോറി, കോളേജ് ഗ്രൗണ്ട്. അപ്പം ഇവിടെ വെച്ചിട്ടാണ് ബാക്കി നമ്മുടെ DJയും അങ്ങനത്തെ ബാക്കി പ്രോഗ്രാമൊക്കെ.
അപ്പം നമുക്കധികം ഇങ്ങനെ പ്രോഗ്രാമൊന്നും വരാറില്ല. പക്ഷെ വരുമ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഭയങ്കര എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ വിഷ്വൽസ്. Technicians, there won't be any countdown. Camera, there won't be any countdown in between the track. അയ്യോ ക്ലാരിറ്റി ഇല്ല ഗൈസ്. അയ്യേ ഇതെന്തെന്ന് അശ്വ നിക്ക്. അത് പോസായിരുന്നോ? ആ പോസ് രസമില്ല. എന്റെ നോക്കണ്ട, എന്റെ വീഡിയോ നല്ലുണ്ട്. ഒരു ചെറിയ കവള വരോ? ഒരു പട്ടി ഗൈസ്. ഹോസ്റ്റലിൽ കയറാം ഗൈസ്. മാടം നോക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഈ പൊറോട്ടയും കടലക്കറിയും കഴിച്ച് നമ്മൾ ഈ വീഡിയോ എൻ്റെ ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ആൻഡ് കമൻറ്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം.